കുട്ടികൾ ജനിക്കുമ്പോൾ ശ്രീ 6 പേര് ഷാബു മരിക്കുമ്പോൾ പ്രസാദ്, ഇവിടെ ശ്രീ മോഹൻകുമാർ പറയുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതുപോലെയുള്ള കാര്യങ്ങൾ, ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയും പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയേ ചെയ്യാൻ സാധിക്കൂ എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താനുള്ള സാധ്യതയാണോ തോന്നുന്നത്? അതായത് ഇവിടെ കേരളത്തിൽ ശ്രീ മോഹൻകുമാർ സാർ പറയുന്ന ചില കാര്യങ്ങൾക്കകത്ത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ വലിയ പൊട്ടൻഷ്യലുകളുണ്ട്, വികസനത്തിനും അതിൻ്റെ വരുമാനത്തിനുമുള്ള പൊട്ടൻഷ്യലുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് മാത്രമാണ്. ഇത് കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ ടൂറിസത്തിലായാലും ശരി, കൃഷിയിലെ അഗ്രികൾച്ചറിലായാലും ശരി ഉള്ള ഈ പൊട്ടൻഷ്യൽ വിനിയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് കേരളത്തിന് സാധ്യതകളില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്? അനുകൂല അന്തരീക്ഷം ഈ സർക്കാരിന്റെ ഗുണമൊന്നും അല്ലെന്ന് കേരളത്തിൽ ഓൾറെഡി ഉള്ള കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകളായി തന്നെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട്. ആരോഗ്യ പരിപാലന കൾച്ചർ കേരളത്തിലുണ്ട്. അതാണ് അവിടുത്തെ കാര്യം. അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നോക്കിയാൽ പോലും ഈ GDP-യിലെ ഇവിടുത്തെ ഏറ്റവും വളരെ വലിയ ഒരളവോളം GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണമാണ്. ഇതിനകത്ത് കേരളത്തിൽ എന്ത് സംഭാവനയാണുള്ളത്? അതുപോലെ എന്നാൽ ഇവിടുത്തെ അഗ്രികൾച്ചർ ഭൂമി, കൃഷിയോഗ്യമായ ഭൂമിയുടെ വിസ്തൃതി ഈ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് 1957 കേരളത്തിൽ ഉണ്ടായിരുന്ന കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ ഏതാണ്ട് 20-25% ഇപ്പോൾ കേരളത്തിലുള്ളൂ. അതുകൊണ്ടാണ് തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ലോറി വരാൻ വേണ്ടി നമുക്ക് ഇവിടെ കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നത്. ഇവിടെ ഇത്രയും വലിയ ഫലഭൂയിഷ്ടമായ പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിന്റെ പേരാണ് മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ മിസ്മാനേജ്മെന്റ് മാത്രമാണ് ഇപ്പോഴും കേരളത്തിന് വളരെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ടൂറിസത്തിന്റെ കാര്യം പറയുന്നു. ഭാരതത്തെ ഒരു ടൂറിസ്റ്റ് സീസണിൽ ഈ രാജ്യത്ത് മുഴുവനും എത്തുന്ന ടൂറിസ്റ്റുകളിൽ എത്ര ശതമാനം കേരളത്തിലേക്ക് എത്തുന്നു? അല്ല, എനിക്ക് തോന്നുന്നു അതിലൊക്കെ വലിയ ബൃഹത്തായ പദ്ധതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താങ്കളിലേക്ക് വരാം. സമയത്തിന്